സുർജിത്ത്, പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുലിന്റെ പരിപാടികൾ എങ്ങനെയാണ് സുർജിത്ത്? പത്രികാ സമർപ്പണത്തിന് ശേഷം അധിക സമയം അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം SKMJ സ്കൂൾ പരിസരത്ത് നിന്നാണ് യാത്ര തിരിക്കുക എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എത്ര ദിവസം ഇവിടെ ഉണ്ടാകും, അതായത് 2 തവണ കൂടി ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒരുപക്ഷെ വയനാട്ടിലാകാനുള്ള സാധ്യതയില്ല, താഴെയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിലാകും ഉണ്ടാവുക. അതായത് ചുരത്തിന് താഴെയുള്ള ഏതെങ്കിലും മണ്ഡലത്തിലാകും അദ്ദേഹം പ്രചാരണത്തിന് എത്തുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അടിമുടി ഇളക്കി മറിക്കുന്ന വിധത്തിൽ ഒരു പ്രചാരണം, അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ മേൽക്കൈ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്കുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 1-ാം തീയതി ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഇവിടേക്ക് എത്തി വളരെ സജീവമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. 2-ാം ഘട്ടത്തിലാണ് ആനി രാജയുടെ പ്രചാരണം നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിലും, അതായത് വയനാട് ജില്ലയിൽ മാത്രമല്ല, മറ്റ് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ തിരുവമ്പാടിയിലും മലപ്പുറത്തെ ഏറനാട്ടും വണ്ടൂരും നിലമ്പൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ പോലും ആനിരാജയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ കവച്ചു വെക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രി ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം അത്രയും വലിയ ബഹുജന പങ്കാളിത്തോടു കൂടിയുള്ള റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം ഈ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ള പ്രവർത്തകരല്ല, മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ കേന്ദ്രീകരിക്കുകയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇവിടെ നടന്നത്. എന്തായാലും റോഡ് ഷോയോട് കൂടി ഇവിടുത്തെ ഒരു മാസ് ക്യാമ്പയിന്, UDFന്റെ മാസ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ്, ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രി ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ നേരത്തെയും രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബഹുജന പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. എന്തായാലും ശക്തമായ മത്സരം, അത് ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും സ്വാധീനം ഇവിടെ UDFനാണ് എന്നുള്ളത് പറയുമ്പോഴും, പക്ഷേ അതിന് എത്രത്തോളം അതിനകത്ത് തിരിച്ചടി നൽകാൻ CPIക്കും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രനും കഴിയുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. 2 സ്ഥാനാർത്ഥികൾ, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ മത്സരത്തെ അങ്ങനെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ, അതായത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാനുള്ള സാധ്യതയില്ല. ഇന്ത്യ മുന്നണി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതിനെ കവച്ചു വെക്കുന്ന വിധത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ശക്തമായ ഇടപെടൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ മത്സരരംഗത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ദുർബലനായ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കരുത്, ശക്തനായ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിപ്പിക്കണം. ശരി, സുർജിത്ത് അയ്യപ്പത്തും ദീപക് ധർമ്മടവും വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ്, വലിയ ആവേശത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വരവേൽക്കുന്നത്.